ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആചാര്യ അക്കാഡമി. ക്ലർക്ക് ടൈപ്പിസ്റ്റ്, കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ്, ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ്, ഡിഗ്രി പ്രിലിമിനറി എക്സാം മാത്രമല്ല കമ്പ്യൂട്ടറിനെ ബേസ് ചെയ്തുകൊണ്ട് PSC നടത്തുന്ന എല്ലാ പരീക്ഷകളിലും ഒന്ന് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ചോദ്യങ്ങളായി മാറാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് ഫോക്കസ് ചെയ്യുന്ന രണ്ട് ഏരിയയാണ്. ഒന്ന് നെറ്റ്വർക്ക് ഡിവൈസ്, നെറ്റ്വർക്കിൻ്റെ ഉപകരണങ്ങൾ. രണ്ട് നെറ്റ്വർക്ക് ടോപ്പോളജി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അതുകൊണ്ട് നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യലും മാക്സിമം പൂർണ്ണമായും കണ്ടു തീർക്കുക. ഈ ക്ലാസ്സിൻ്റെ അവസാനം പ്രീവിയസ് ആയിട്ട് നടന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ക്ലാസ് വൃത്തിയായിട്ട് നല്ല ശ്രദ്ധയോടുകൂടി കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരങ്ങൾ ക്ലാസ്സിൽ നിന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. ഏറ്റവും അവസാനം നൽകിയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ഈ ക്ലാസ് പൂർണ്ണമായും കേട്ടതിന് ശേഷം കമൻറ്റ് ബോക്സിൽ കൃത്യമായും ഓരോ ചോദ്യങ്ങളും നമ്പർ ഇടുക. അതിനനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങൾ നിങ്ങൾ മാക്സിമം എഴുതി ഇടുക. ഓക്കെ, അപ്പോൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമുക്കറിയാമല്ലോ കമ്പ്യൂട്ടറിൻ്റെ എക്സാം കൂടുതലും ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും ചോദിക്കുക. അതുകൊണ്ട് ഇംഗ്ലീഷും അതുപോലെ തന്നെ കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള മലയാളവും ഞാൻ പറയാം. ഏറ്റവും ആദ്യം നമ്മൾ നോക്കുന്നത് നെറ്റ്വർക്കിംഗ് ഡിവൈസ് ആണ്. ഓക്കെ, നെറ്റ്വർക്ക് ഉപകരണങ്ങളാണ്. ആദ്യത്തെ നമ്മുടെ ഡിവൈസ് അല്ലെങ്കിൽ ഉപകരണമാണ് മോഡം. എന്താണ് മോഡം? MODEM, മോഡം. മോഡം ഈസ് എ ഡിവൈസ് ദാറ്റ് ആക്ട്സ് ആസ് അനലോഗ് ടു ഡിജിറ്റൽ ആൻഡ് ഡിജിറ്റൽ ടു അനലോഗ് സിഗ്നൽ കൺവേർട്ടർ. അതായത് മോഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഉപകരണമാണ്, ഒരു ഡിവൈസ് ആണല്ലേ, നമുക്കറിയാം. ഇതെന്ത് ചെയ്യുന്നു? അനലോഗ് സിഗ്നലുകളെ ഡിജിറ്റൽ സിഗ്നലുകളാക്കി മാറ്റുകയും അതുപോലെ തന്നെ ഡിജിറ്റലായിട്ടുള്ള സിഗ്നലിനെ അനലോഗ് എന്ന് പറയുന്ന സിഗ്നലിലോട്ട് കൺവേർട്ട് ചെയ്യുകയുമാണ് മോഡത്തിൻ്റെ ധർമ്മം. ഓക്കെ, അതുപോലെ തന്നെ മോഡം എന്ന് വെച്ചാൽ അതിൻ്റെ ഫുൾ ഫോം അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പാൻഷൻ ചോദിക്കാറുണ്ട്. മോഡം അതിൻ്റെ എക്സ്പാൻഷനാണ് മോഡുലേറ്റർ ഡിമോഡുലേറ്റർ. എന്താണ് മോഡുലേറ്റർ ഡിമോഡുലേറ്റർ എന്നതാണ് മോഡം. ഇറ്റ് ഹെൽപ്സ് ടു ട്രാൻസ്മിറ്റ് സിഗ്നൽസ് ത്രൂ ടെലഫോൺ ലൈൻസ്. അതായത് ടെലഫോൺ ലൈനിലൂടെ വിവരങ്ങൾ കൈമാറാൻ സഹായിക്കുന്ന ഉപകരണമാണ് മോഡം. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു പോയിൻ്റ് കൂടെ ആഡ് ചെയ്യുകയാണ്. ആദ്യകാല മോഡം അറിയപ്പെട്ടിരുന്ന പേര് ഡയലപ്പ് മോഡം എന്നാണ്. എന്താണ് ആദ്യകാല മോഡം അറിയപ്പെട്ടിരുന്ന പേര്? ഡയലപ്പ് മോഡം എന്നാണ്. നമ്മുടെ അടുത്ത ഡിവൈസാണ് ISDN. ഓക്കെ, ഇൻ്റഗ്രേറ്റഡ് സർവീസ് ഡിജിറ്റൽ നെറ്റ്വർക്ക് എന്നതാണ് ISDN. ഇറ്റ് ഈസ് എ ഫോൺ ലൈൻ ഫെസിലിറ്റി പ്രൊവൈഡഡ് ബൈ ദി ടെലികോം കമ്പനി. അതായത് ടെലിഫോൺ കമ്പനികൾ നൽകുന്ന ഡിജിറ്റൽ ഫോൺ ലൈൻ സംവിധാനമാണ് ISDN, ഇൻ്റഗ്രേറ്റഡ് സർവീസസ് ഡിജിറ്റൽ നെറ്റ്വർക്ക്. അടുത്ത ഡിവൈസാണ് ഹബ്, HUB, ഹബ്. ഹബ് ഈസ് എ ഡിവൈസ് ടു കണക്ട് മോർ ദാൻ വൺ കമ്പ്യൂട്ടർ ടുഗദർ ഇൻ എ നെറ്റ്വർക്ക്. അതായത് ഒന്നിൽ കൂടുതൽ കമ്പ്യൂട്ടേഴ്സിനെ ഒരു നെറ്റ്വർക്കിൽ ഒന്നിപ്പിച്ച് ബന്ധിപ്പിക്കുന്നതിനായി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹബ്ബ്. ഓക്കെ, കൂടുതൽ കമ്പ്യൂട്ടറുകൾ ഒന്നിച്ച് ബന്ധിപ്പിക്കുന്നതിനായി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹബ്ബ്. കോൺസെൻട്രേറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉപകരണവും ഹബ്ബാണ്. കോൺസെൻട്രേറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉപകരണം ഹബ്ബാണ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഹബ് ഈസ് ഓൾസോ നോൺ ആസ് കോൺസെൻട്രേറ്റർ. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ISP, ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ എന്ന പേരിൽ അറിയപ്പെടുന്നു. അതായത് ഇൻ്റർനെറ്റ് സേവനം പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന ഏജൻസി അല്ലെങ്കിൽ കമ്പനിയാണ് ISP, ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. നമുക്കറിയാം, നമുക്ക് നമ്മുടെ വീടുകളിൽ ഇത്തരത്തിലുള്ള ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഒരുപാട് കമ്പനികളുണ്ട്. ഏഷ്യാനെറ്റ് ഉണ്ട്, റിലയൻസ് ഉണ്ട്, VSNL ഉണ്ട്, അല്ലേ? പല സ്ഥാപനങ്ങളിലും വീടുകളിലൊക്കെ ഇവരാണ് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവരെ വിളിക്കുന്ന പേരാണ് ISP, ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. അപ്പോൾ ഇതുമായി റിലേറ്റഡ് ആയിട്ടൊരു ചോദ്യം ഞാൻ പറയാം. ഇന്ത്യയിൽ ആദ്യമായി ഇൻ്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കിയ സ്ഥാപനമായിരുന്നു VSNL, വിദേശ സഞ്ചാർ നിഗം ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര്. 14 ഓഗസ്റ്റ് 1995 ഈ ഒരു കമ്പനി ഇന്ത്യയിൽ ഇൻ്റർനെറ്റിനെ പ്രൊവൈഡ് ചെയ്തത്. ഓക്കെ, 1995 1995 ഓഗസ്റ്റ് മാസം 14 14-ാം തീയതിയാണ് VSNL ഇൻ്റർനെറ്റ് നമുക്ക് വേണ്ടി സംഭാവന ചെയ്തത്. ഓക്കെ, അടുത്തൊരു ഡിവൈസാണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. എന്താണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ? മീഡിയം ദാറ്റ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് ഡേറ്റ അറ്റ് ഹൈ സ്പീഡ് ഓവർ ഇൻ്റർനെറ്റ്. എന്താണ്
അതായത് ഡേറ്റാ സിഗ്നലുകളുടെ വൻതോതിലുള്ള കൈമാറ്റത്തിന് പറ്റിയ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. അടുത്ത ഡിവൈസാണ് റിപ്പീറ്റർ. REPEATER റിപ്പീറ്റർ. Repeater is an electronic device that receives a signal and retransmits it at a higher level or higher power. അതായത് റിപ്പീറ്റർ എന്ന് പറയുന്ന ഈ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് എന്ത് ചെയ്യുന്നു? സിഗ്നലിനെ സ്വീകരിക്കുന്നു, എന്നിട്ട് കൂടുതൽ ശക്തിയോടുകൂടി ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, മനസ്സിലായോ? അതായത് നെറ്റ്വർക്കിലെ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്ത് വീണ്ടും ട്രാൻസ്മിറ്റ് ചെയ്യാനായി ഉപയോഗിക്കുന്ന ഉപകരണമാണ് റിപ്പീറ്റർ. അടുത്തതാണ് റൂട്ടർ. ROUTER ആണ് റൂട്ടർ. എ റൂട്ടർ ഈസ് കണക്റ്റഡ് ടു അറ്റ്ലീസ്റ്റ് 2 നെറ്റ്വർക്ക്സ്, കോമൺലി 2 LANs or WANs or a LAN and its ISPs നെറ്റ്വർക്ക്. അതായത് പ്രധാനമായും റൂട്ടർ കുറഞ്ഞത് 2 നെറ്റ്വർക്കിനെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഒന്നുകിൽ 2 LANനെയോ, LAN എന്ന് വെച്ചാൽ എന്താണ്? ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനെയോ, അല്ലെങ്കിൽ 2 WANനെയോ വൈഡ് ഏരിയ നെറ്റ്വർക്കിനെയോ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു. അതുമല്ലെങ്കിൽ ഒരു LANനെയോ അതിനോടൊപ്പം തന്നെ ഒരു ISP നെറ്റ്വർക്കിനെയോ എന്ന് വെച്ചാൽ എന്താണ്? ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ആയിട്ടുള്ള നെറ്റ്വർക്കിനെയോ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് റൂട്ടർ. കുറച്ചുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞാൽ IP അഡ്രസ്സ് അടിസ്ഥാനപ്പെടുത്തി ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് റൂട്ടർ. IP അഡ്രസ്സ് എന്ന് വെച്ചാൽ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ അഡ്രസ്സ് എന്നതാണ്. അതായത് ഇപ്പോൾ ഇൻ്റർനെറ്റിലൂടെ ഞാൻ നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ അയക്കുകയാണെന്ന് വെച്ചോ. അപ്പോൾ എന്ത് ചെയ്യും? ഞാൻ അയക്കുന്ന ഇൻഫർമേഷൻ ചെറിയ പാക്കറ്റിൻ്റെ രൂപത്തിലായിരിക്കും നിങ്ങളിലേക്ക് വരിക. ഏറ്റവും ഒടുവിൽ നിങ്ങൾ റിസീവ് ചെയ്യുന്ന ടൈമിൽ അതൊരു ഫയലിൻ്റെ രൂപത്തിലായി മാറിയിരിക്കും. ഇതിന് സഹായിക്കുന്ന പ്രോട്ടോക്കോളാണ് IP. ഓക്കെ, അപ്പോൾ IP അഡ്രസ്സ് അടിസ്ഥാനപ്പെടുത്തി ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് റൂട്ടർ. അടുത്തതാണ് ഗേറ്റ്വേ. GATEWAY ഗേറ്റ്വേ. ഗേറ്റ്വേ ഈസ് എ റൂട്ടർ ഓർ എ പ്രോക്സി സെർവർ ദാറ്റ് റൂട്ട്സ് ബിറ്റ്വീൻ നെറ്റ്വർക്ക്സ്. അതായത് വ്യത്യസ്ത രീതിയിലുള്ള നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗേറ്റ്വേ. അടുത്ത ഡിവൈസാണ് ബ്രിഡ്ജ്. BRIDGE ബ്രിഡ്ജ്. Bridge is a device used to connect 2 segments of a LAN or 2 LANs. അതായത് ഒരു LANൻ്റെ 2 സെഗ്മെൻറ്റിനെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനോ 2 LANുകളെ പരസ്പരം ബന്ധിപ്പിക്കാനോ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബ്രിഡ്ജ്. അടുത്ത 2 കാര്യങ്ങൾ ഓർത്തിരിക്കുക. ബ്ലൂടൂത്ത് ആൻഡ് വൈഫൈ. ബ്ലൂടൂത്ത് ഈസ് എ ഷോർട്ട് റേഞ്ച് വയർലെസ് ടെക്നോളജി used to connect and exchange information between devices such as PCs, mobile phones, laptop, etc. അതായത് ബ്ലൂടൂത്ത് എന്ന് പറയുന്നത് വളരെ ഷോർട്ട് റേഞ്ചിലുള്ള ഒരു വയറില്ലാത്തൊരു ടെക്നോളജിയാണ്. പ്രധാനമായിട്ടും പേഴ്സണൽ കമ്പ്യൂട്ടറിലും മൊബൈൽ ഫോണിലും അതുപോലെ ലാപ്ടോപ്പിലും നമ്മൾ ഇത് ഉപയോഗിക്കുന്നു. പല പ്രീവിയസ് ചോദ്യത്തിലും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം ഞാൻ പറയാം. ബ്ലൂടൂത്ത് ഉപയോഗിച്ചിട്ടുള്ള ആശയവിനിമയം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഏത് തരം നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? ഓക്കെ, PAN പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്ന നെറ്റ്വർക്കിന് എക്സാമ്പിളാണ് ബ്ലൂടൂത്ത്. ഓക്കെ, ഇത് മറന്നുപോകലും. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് എന്ന പേര് ആരിൽ നിന്നും വന്നു എന്ന് ചോദിച്ചാൽ ഹറാൾഡ് ബ്ലൂടൂത്ത്, HARALD ഹറാൾഡ്, പിന്നെ ബ്ലൂടൂത്ത്. അപ്പോൾ ഹറാൾഡ് ബ്ലൂടൂത്തിൻ്റെ പേരിൽ നിന്നാണ് ബ്ലൂടൂത്ത് എന്ന പേര് നിലവിൽ വന്നത്. അടുത്താണ് വൈഫൈ. വയർലെസ് ഫിഡിലിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇറ്റ് ഈസ് എ വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഇതെന്താണ്? ഒരു LAN ആണ് കേട്ടോ. വയർലെസ് എന്ന് വെച്ചാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്ന ഒരെണ്ണമാണ്. ഇറ്റ് അലൗസ് ഇലക്ട്രോണിക് ഡിവൈസ് ടു എക്സ്ചേഞ്ച് ഡേറ്റ വയർലെസ്ലി യൂസിങ് റേഡിയോ വേവ്സ്. റേഡിയോ തരംഗങ്ങളുടെ സഹായം കൊണ്ടാണ് വൈഫൈയിൽ നമ്മൾ ഡേറ്റാസിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ഇത് മറന്നുപോലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈഫൈയിൽ ഡേറ്റ എക്സ്ചേഞ്ച് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന വേവാണ് റേഡിയോ വേവ്സ്. നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്ന ഏരിയയാണ് നെറ്റ്വർക്ക് ടോപ്പോളജീസ്. ആദ്യം എന്താണ് നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് നോക്കാം. ഇൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ്, ടോപ്പോളജി മീൻസ് ലേ ഔട്ട് ഓഫ് കണക്റ്റഡ് ഡിവൈസസ്. അതായത് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറുകളെയും അനുബന്ധ ഉപകരണങ്ങളെയും ബന്ധിപ്പിച്ചിരിക്കുന്ന രീതിയാണ് നെറ്റ്വർക്ക് ടോപ്പോളജി. നെറ്റ്വർക്ക് ടോപ്പോളജീസ് ആർ കാറ്റഗറൈസ്ഡ് മെയിൻലി 5.
ഓക്കെ, പ്രധാനമായും 5 നമുക്ക് നെറ്റ്വർക്ക് ടോപ്പോളജിയെ കാറ്റഗറൈസ് ചെയ്യാം. അവയൊക്കെയാണ് ബസ് ടോപ്പോളജി, ട്രീ ടോപ്പോളജി, റിംഗ് ടോപ്പോളജി, മെഷ് ടോപ്പോളജി ആൻഡ് സ്റ്റാർ ടോപ്പോളജി. ഓക്കെ, പല എക്സാമിനും ഈ 5 ചോദിക്കുന്നതെങ്കിലും നമ്മൾക്ക് ടോട്ടലായിട്ട് 6 ടോപ്പോളജിയാണ് പഠിക്കാനുള്ളത്. ഞാനൊന്നുകൂടെ പേര് പറയാം. ബസ് ടോപ്പോളജി, സ്റ്റാർ ടോപ്പോളജി, റിംഗ് ടോപ്പോളജി, ട്രീ ടോപ്പോളജി, മെഷ് ടോപ്പോളജി, അവസാനം നമ്മൾ പഠിക്കുന്നു ഹൈബ്രിഡ് ടോപ്പോളജി. ഓക്കെ, അപ്പോൾ നമുക്ക് കൃത്യമായിട്ടും ഓരോ ടോപ്പോളജിയും എന്താണെന്ന് പഠിക്കാം. ആദ്യത്തേതാണ് ബസ് ടോപ്പോളജി. ബസ് നെറ്റ്വർക്ക് യൂസസ് എ കോമൺ ബാക്ക് ബോൺ ടു കണക്ട് ഓൾ ഡിവൈസസ്. എ സിംഗിൾ കേബിൾ ഫങ്ഷൻസ് ആസ് എ ഷെയർഡ് കമ്മ്യൂണിക്കേഷൻ മീഡിയം. ഇഫ് ദ ബാക്ക് ബോൺ കേബിൾ ഫെയിൽസ് ദ എൻറ്റയർ നെറ്റ്വർക്ക് ബിക്കംസ് അൺയൂസബിൾ. അതായത് ബസ് ടോപ്പോളജി എന്ന് പറയുന്നത് ബസ് നെറ്റ്വർക്ക് യൂസസ് എ കോമൺ ബാക്ക് ബോൺ ടു കണക്ട് ഓൾ ഡിവൈസസ്. എല്ലാ ഡിവൈസിനെയും കണക്ട് ചെയ്യാനായിട്ട് ഇതിൽ കോമൺ ആയിട്ട് ഒരു ബാക്ക് ബോൺ എന്താണ്, ഒരു നട്ടല് എന്ന രീതിയിൽ ഒരു കേബിളുണ്ട്. എ സിംഗിൾ കേബിൾ ഫങ്ഷൻസ് ആസ് എ ഷെയർഡ് കമ്മ്യൂണിക്കേഷൻ മീഡിയം. ഒരൊറ്റ കേബിളിലൂടെയാണ് അവിടെ കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഇഫ് ദ ബാക്ക് ബോൺ കേബിൾ ഫെയിൽ, ഒരു പക്ഷേ ഈ നട്ടലായിട്ടുള്ള ഈ ഒരു കേബിൾ ഫെയിലായി പോയാൽ എന്തു പറ്റും? ദ എൻറ്റയർ നെറ്റ്വർക്ക് ബിക്കംസ് അൺയൂസബിൾ. ഈ നെറ്റ്വർക്ക് ഫുള്ള് ഫ്ലോപ്പായി പോകും. അതായത് ബസ് ടോപ്പോളജിയിൽ ഒരു കമ്പ്യൂട്ടറിന് മാത്രമേ ഒരേ സമയം ഇൻഫർമേഷൻ അല്ലെങ്കിൽ വിവരങ്ങൾ അയക്കാൻ സാധിക്കൂ. ഒന്നുകൂടെ പറയാം, ബസ് ടോപ്പോളജി എന്ന് വെച്ചാൽ എന്താണ്? ബസ് ടോപ്പോളജിക്ക് ഒരു സെൻട്രലൈസ്ഡ് ബാക്ക് ബോൺ കേബിൾ ഉണ്ടായിരിക്കും. ആ കേബിളിലേക്കാണ് എല്ലാ ഡിവൈസിനെയും എന്ത് ചെയ്യുന്നത്? കണക്ട് ചെയ്യുന്നത് അല്ലേ. ഒരു പക്ഷേ ഈ കേബിളിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ആ നെറ്റ്വർക്കിലുള്ള ഫുൾ കമ്പ്യൂട്ടറും വർക്കാകില്ല. പ്രധാനമായിട്ടും ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന കേബിൾ കോയാക്സിൽ എന്ന് പറയുന്ന കേബിളാണ് കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ ഈ ഒരു കേബിൾ TV കണക്ഷനൊക്കെ എടുക്കത്തില്ലേ, ആ ഒരു കേബിളും കോയാക്സിൽ കേബിൾ തന്നെയാണ്. പിന്നെന്ത് ചെയ്യുന്നു? ഇതിനകത്ത് T കണക്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഓരോ ഡിവൈസിനെയും കണക്ട് ചെയ്യുന്നു. നമ്മൾ അടുത്ത് നോക്കുന്നതാണ് സ്റ്റാർ ടോപ്പോളജി. സ്റ്റാർ നെറ്റ്വർക്ക് ഹാസ് എ സെൻട്രൽ കണക്ഷൻ പോയിൻറ്റ് കോൾഡ് എ ഹബ്ബ്. അതായത് സ്റ്റാർ ടോപ്പോളജിയിൽ എല്ലാ നോഡുകളും അല്ലെങ്കിൽ എല്ലാ കമ്പ്യൂട്ടറുകളും ഒരു സെൻട്രലിൽ സ്ഥാപിച്ചിരിക്കുന്ന ഹബ്ബ് എന്ന് പറയുന്ന ഡിവൈസുമായിട്ട് അല്ലെങ്കിൽ ഉപകരണവുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതായത് സ്റ്റാർ ടോപ്പോളജിയിലെ ഒരു കമ്പ്യൂട്ടറിൽ നിന്നും മറ്റ് കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ കൈമാറുന്നത് ഈ ഒരു ഹബ്ബ് വഴിയാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് കമ്പ്യൂട്ടറിൽ C1 എന്ന് പറയുന്ന കമ്പ്യൂട്ടറിന് C4നോട് സംസാരിക്കാനായിട്ട് എന്ത് ചെയ്യണം? ഈ സെൻട്രലിലുള്ള ഹബ്ബിലേക്ക് ആ ഇൻഫർമേഷൻ വരണം. C1ൽ നിന്നും സെൻട്രലിലേക്കുള്ള ഹബ്ബിൽ ഇൻഫർമേഷൻ വരണം. എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യണം? C4ലേക്ക് എത്തണം. ഓക്കെ, അതായത് ഒരേ സമയത്ത് മൾട്ടിപ്പിൾ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ഒരു ടോപ്പോളജിയാണ് സ്റ്റാർ ടോപ്പോളജി. ഇന്ന് ലാൻ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ടോപ്പോളജിയും സ്റ്റാർ ടോപ്പോളജിയാണ്. ബസ് ടോപ്പോളജിയും ലാൻ ടോപ്പോളജിക്ക് ഉദാഹരണമാണ്. സ്റ്റാർ ടോപ്പോളജിയും ലാൻ ടോപ്പോളജിക്ക് ഉദാഹരണമാണ്. അടുത്ത ടോപ്പോളജിയാണ് റിംഗ് ടോപ്പോളജി. വെൻ വൺ നോഡ് സെൻഡ്സ് ഡേറ്റ ടു അനദർ, the data passes through each intermediate node on the ring until it reaches its destination. അതായത് all messages travel through a ring. അതായത് നമ്മൾ അയക്കുന്ന എല്ലാ മെസ്സേജും ഒരു വലയം പോലെ, ഒരു റിങ് പോലെ എന്ത് ചെയ്യും? അതിൽ കിടന്ന് ട്രാവൽ ചെയ്തുകൊണ്ടേയിരിക്കും. A failure in any cable or device breaks the loop and can take down the entire network. ആ തന്നിട്ടുള്ള അല്ലെങ്കിൽ അവിടെ കണക്റ്റഡായിട്ടുള്ള ഡിവൈസിലെ കേബിളിന് എന്തെങ്കിലും ഒരു കുഴപ്പം പറ്റിക്കഴിഞ്ഞാൽ ആ ഒരു ലൂപ്പ്, ആ ഒരു കറക്കം എന്ത് ചെയ്യാം? ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല എന്ത് ചെയ്യും? ആ മുഴുവൻ നെറ്റ്വർക്കും, ആ എൻറ്റയർ നെറ്റ്വർക്കും എന്ത് ചെയ്യും? ബ്രേക്കായി പോകും. അതായത് ഒന്നുകൂടെ ചുരുക്കി പറഞ്ഞാൽ, സ്റ്റാർ ടോപ്പോളജി നമ്മൾ നോക്കിയ ടൈമിൽ അതിനകത്തൊരു സെൻട്രലൈസ്ഡ് ഡിവൈസ് ഉണ്ടായിരുന്നു അല്ലേ, ഹബ്ബ് എന്ന് പറയുന്ന ഡിവൈസ് ഉണ്ടായിരുന്നു. പക്ഷേ റിങ് എന്ന് പറയുമ്പോൾ അതിനകത്ത് സെൻട്രലി ഒരു ഡിവൈസ് ഉണ്ട്, പക്ഷേ അതിന് നമ്മൾ എടുത്തു പറയുന്നില്ല. ആ ഡിവൈസിൻ്റെ പേര് ഹബ്ബ് എന്നല്ല, മറിച്ച് MAU എന്നാണ്, മൾട്ടി സ്റ്റേഷൻ ആക്സസ് യൂണിറ്റ് എന്നാണ്. അപ്പോൾ ഇതിലെങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു 4 കമ്പ്യൂട്ടർ ഉണ്ടെന്ന് വെച്ചോ. C1, C2, C3, C4 എന്ന് പറയുന്ന 4 കമ്പ്യൂട്ടറുണ്ട്. ഇപ്പോൾ എനിക്ക് C1ൽ നിന്നും C3 എന്ന് പറയുന്ന കമ്പ്യൂട്ടറുമായി സംസാരിക്കാനായിട്ട് C1ൽ നിന്നുള്ള ഇൻഫർമേഷൻ MAUയിൽ പോകണം. എന്നിട്ട് MAU എന്ത് ചെയ്യും? C2ലേക്ക് അത് അയക്കും.
അപ്പോൾ C2മായിട്ടാണോ നമുക്ക് സംസാരിക്കേണ്ടുള്ളത്? അല്ലല്ലോ. അങ്ങനെ എന്ത് ചെയ്യും? C2 എന്ന് പറയുന്ന ആ ഒരു ഡിവൈസ് അതിനെ റിജക്റ്റ് ചെയ്യും. അങ്ങനെ വീണ്ടും MAUയിൽ വരുന്നു. MAU എന്ത് ചെയ്യുന്നു? അടുത്ത ഡിവൈസ് ആയിട്ടുള്ള C3യിലേക്ക് പാസ് ചെയ്യുന്നു. നമുക്കപ്പോൾ സംസാരിക്കാൻ സാധിക്കുന്നു. വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ C1ൽ നിന്നും C4 എന്ന് പറയുന്ന കമ്പ്യൂട്ടറിലേക്ക് ഞാൻ സംസാരിക്കാൻ പോവുകയാണ്. ഓക്കെ, നമുക്ക് ഒരിക്കലും തിരിച്ച് പെട്ടെന്ന് ഇപ്പം നമുക്ക് നോക്കിയാൽ ഇപ്പം ഇതൊരു റിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ C1, C2, C3, C4. C1ൻ്റെ തൊട്ട് ബാക്കിലല്ലേ C4. പക്ഷേ നമുക്ക് ഒരിക്കലും തിരിഞ്ഞ് സംസാരിക്കാൻ പറ്റില്ല. എപ്പോഴും എന്ത് ചെയ്യണം? C1ൽ നിന്നും C2, പിന്നെ C3, പിന്നെ C4 അങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കും. ഓക്കെ, അപ്പോൾ C1ൽ നിന്നും C4ലേക്ക് സംസാരിക്കാൻ എന്ത് ചെയ്യണം? C1ൽ നിന്നുള്ള ഇൻഫർമേഷൻ MAUയിൽ പോകണം. MAU C2ന് അയക്കും. C2 റിജക്റ്റ് ചെയ്യുന്നു. C3 പോകുന്നു. C3 റിജക്റ്റ് ചെയ്യുന്നു. C4ൽ പോകുന്നു. C1ഉം C4ഉമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ക്ലിയർ ആണോ? അതായത് ഒന്നുകൂടെ ചുരുക്കി പറഞ്ഞാൽ നിയറസ്റ്റ് ആയിട്ടുള്ള സ്റ്റേഷനിൽ പോകാതെ ഈ റിംഗ് ടോപ്പോളജി ഒരിക്കലും വർക്കാവില്ല. ഇൻ കേസ് ഇപ്പോൾ നമ്മൾ C1ൽ നിന്നും C3യിലേക്ക് സംസാരിക്കുന്ന സമയത്ത് C2 എന്ന് പറയുന്ന ഡിവൈസ് അവിടെ കംപ്ലൈൻ്റ് ആണെങ്കിൽ ആ നെറ്റ്വർക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. റിംഗ് ടോപ്പോളജിയും ഒരു LAN നെറ്റ്വർക്കിന് ഉദാഹരണമാണ്. ഇത്രയും ഒന്ന് നോട്ട് ചെയ്യുക. അടുത്തതാണ് മെഷ് ടോപ്പോളജി. ഇൻ എ മെഷ് നെറ്റ്വർക്ക് എവറി ഡിവൈസ് കണക്ട്സ് ടു എവറി അതർ ഡിവൈസസ്. അതായത് എല്ലാ ഡിവൈസും തമ്മിൽ പരസ്പരം പോയിൻ്റ് ടു പോയിൻ്റ് കണക്ഷനുള്ള ഒരു ടോപ്പോളജിയാണ് മെഷ് ടോപ്പോളജി. വളരെ സിമ്പിളായിട്ട് ഇതിലെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും 4 സിസ്റ്റം ഇതിലുണ്ടെന്ന് ചിന്തിക്കുക. C1, C2, C3, C4. അപ്പോൾ C1 എന്ന് പറയുന്ന സിസ്റ്റത്തിൽ നിന്നും C4ലേക്ക് എനിക്ക് സംസാരിക്കാനായിട്ട് ഒന്നുകിൽ C1, C2, C4 വഴി സംസാരിക്കാം. ഈ ഒരു നെറ്റ്വർക്ക് പൊളിഞ്ഞു പോയാൽ നമുക്ക് എന്ത് ചെയ്യാം? C1, C3, C4 വഴിയും സംസാരിക്കാം. ഈ നെറ്റ്വർക്കും പൊളിഞ്ഞു പോയാലോ C1ൽ നിന്ന് ഡയറക്റ്റായിട്ട് C4ലേക്ക് സംസാരിക്കാം. മനസ്സിലായോ? അതായത് എല്ലാ ഡിവൈസും തമ്മിൽ പോയിൻ്റ് ടു പോയിൻ്റ് കണക്ഷനുള്ള ഒരു WAN വൈഡ് ഏരിയ നെറ്റ്വർക്കാണ് മെഷ് ടോപ്പോളജി. വാനിൽ റൂട്ടർ തമ്മിൽ ഇൻ്റർ കണക്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടോപ്പോളജിയും മെഷ് ടോപ്പോളജിയാണ്. അടുത്ത നെറ്റ്വർക്ക് ടോപ്പോളജിയാണ് ട്രീ ടോപ്പോളജി. എ ട്രീ ടോപ്പോളജി കമ്പൈൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലീനിയർ ബസ് ആൻഡ് സ്റ്റാർ ടോപ്പോളജീസ്. ഒരേ സമയത്ത് ബസ് ടോപ്പോളജിയുടെയും അതുപോലെ തന്നെ സ്റ്റാർ ടോപ്പോളജിയുടെയും ക്യാരക്ടറിനെ ഉൾക്കൊള്ളുന്ന ഒന്നാണ് ട്രീ ടോപ്പോളജി. കണ്ടാൽ നമുക്കൊരു മരത്തിൻ്റെ മാതൃകയായിട്ട് ഇത് തോന്നും. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഗ്രൂപ്പ്സ് ഓഫ് സ്റ്റാർ കോൺഫിഗറേഡ് വർക്ക് സ്റ്റേഷൻസ് കണക്റ്റഡ് ടു എ ലീനിയർ ബസ് ബാക്ക് ബോൺ കേബിൾ. അതായത് നമ്മൾ ബസ് ടോപ്പോളജിയിൽ ഉപയോഗിച്ച പോലെ തന്നെ ഒരു ബാക്ക് ബോൺ കേബിൾ ഇതിലുണ്ടായിരിക്കും. ഇതിൽ നിന്നും സ്റ്റാർ ടോപ്പോളജിയിൽ ഉപയോഗിച്ച പോലെ ഒരു ഹബ്ബ് കണക്റ്റഡ് ആയിരിക്കും. ആ ഹബ്ബിൽ നിന്നും ഒരുപാട് ഡിവൈസിലേക്ക് കണക്ഷൻ പോകുന്നു. ഇതാണ് ട്രീ ടോപ്പോളജി. നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത് നോക്കൂ, ഇതാണ് കൃത്യമായിട്ടുള്ള ആ ബാക്ക് ബോൺ കേബിള്. ഇതിൽ നിന്നും കോൺസെൻട്രേറ്റർ അല്ലെങ്കിൽ ഹബ്ബിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഹബ്ബിൽ നിന്നും ഡിവൈസിനെ കണക്ട് ചെയ്തിരിക്കുന്നു. ഒരു മരത്തിൻ്റെ ഷേപ്പിൽ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഇതാണ് ട്രീ ടോപ്പോളജി. ലാസ്റ്റിലത്തെയാണ് ഹൈബ്രിഡ് ടോപ്പോളജി. എ ഹൈബ്രിഡ് ടോപ്പോളജി ഈസ് എ ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ടോപ്പോളജി that uses 2 or more other network topologies. അതായത് ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്ക് ടോപ്പോളജിയുടെ ഫെസിലിറ്റീസ് ഉള്ള ഒരെണ്ണമാണ് ഹൈബ്രിഡ് ടോപ്പോളജി. ഇൻക്ലൂഡിംഗ് ബസ് ടോപ്പോളജി, മെഷ് ടോപ്പോളജി, റിംഗ് ടോപ്പോളജി, സ്റ്റാർ ടോപ്പോളജി ആൻഡ് ട്രീ ടോപ്പോളജി. പ്രധാനമായിട്ടും ഇതിനകത്ത് മറ്റുള്ള എല്ലാ ടോപ്പോളജീസും വന്നിരിക്കും. ഇതിനെയാണ് നമ്മൾ ഹൈബ്രിഡ് ടോപ്പോളജി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് തൊട്ട് മുന്നേ പഠിച്ച ബസ് ടോപ്പോളജി, സ്റ്റാർ, റിംഗ്, മെഷ്, ട്രീ ഇത്രയും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഹൈബ്രിഡ് ടോപ്പോളജി എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് പഠിപ്പിച്ചിട്ടുള്ള ഈ ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനേക്കൊക്കെ ഷെയർ ചെയ്യുക. ഇത്രയും നേരം നിങ്ങളിത് കേട്ടിരുന്നു, നിങ്ങൾക്കിത് മനസ്സിലായി, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇത്രയും ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് PSC മുന്നേ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഞാനിപ്പോൾ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങളെല്ലാവരും നന്നായിട്ട് ആ ചോദ്യങ്ങൾ റീഡ് ചെയ്യുക. അതിനുശേഷം കമൻറ്റ് ബോക്സിൽ കൃത്യമായി നമ്പർ ഇട്ടുകൊണ്ട് ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ എൻ്റർ ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയൊരു ക്ലാസ്സിൽ പുതിയൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമായി വരുന്നിടം എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങളാരും അവസാനം തരുന്ന ചോദ്യങ്ങൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു.